നമസ്കാരം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൊഴുക്കുകയാണ്. മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ് ഇത്തവണ എന്ന് വളരെ കൃത്യമായി പറയാം. LDFും UDFും പരസ്പരം തമ്മിലടിച്ചിരുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗം ഇപ്പോൾ BJPയുടെ രംഗപ്രവേശം, BJPയുടെ വലിയ രീതിയിലുള്ള സ്വാധീനം കൊണ്ട് ശ്രദ്ധേയമാണ്. പല മണ്ഡലങ്ങളിലും നിരവധി മണ്ഡലങ്ങളിൽ ഇപ്പോൾ ത്രികോണ പോരാട്ടം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വലിയ കനത്ത പോരാട്ടമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഏപ്രിൽ 9-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 7-ാം തീയതി, അതായത് 48 മണിക്കൂറിന് മുമ്പ് പ്രചരണം അവസാനിക്കും. എന്ന് പറഞ്ഞാൽ 5 ദിവസത്തിൽ താഴെ മാത്രമേ പ്രചരണത്തിന് ബാക്കിയുള്ളൂ. ഈ സാഹചര്യത്തിൽ മൂന്ന് മുന്നണികളും പ്രചരണം കൊഴുപ്പിക്കുകയാണ്. ഇതിൻ്റെ അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ കേന്ദ്ര നേതാക്കളുടെ വരവാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDFിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ CPIMന് കേന്ദ്ര നേതാക്കൾ ആരും തന്നെ ഇല്ല. കേന്ദ്ര നേതാക്കൾ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ അപ്രസക്തരാണ്. കോൺഗ്രസിനും ഏതാണ്ട് അതേ സ്ഥിതിവിശേഷമാണുള്ളത്. സോണിയാഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി, ഇവരിൽ കവിഞ്ഞൊരു കേന്ദ്ര നേതാവിൻ്റെ വരവ് അതൊരിക്കലും ഇവിടെ ഒരു സ്വാധീനവും ഉണ്ടാക്കില്ല. കോൺഗ്രസ്സിന് കേന്ദ്ര നേതാക്കളുടെ വരവിന് ഒരു പരിമിതിയുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പോലും അറിയുന്ന ധാരാളം കേന്ദ്ര നേതാക്കന്മാർ BJPയിലും NDAയിലുമായിട്ടുണ്ട്. നിരവധി കേന്ദ്രമന്ത്രിമാരുണ്ട്. ഇവരുടെ എല്ലാം ഒഴുക്ക് ഇനി വരും ദിവസങ്ങളിൽ കേരളത്തിലുണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം 2 തവണ കേരളത്തിൽ എത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരുന്നു. ഇനി 4 തവണ കൂടി അദ്ദേഹം ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കേരളത്തിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 3-ാമത്തെ സന്ദർശനം മറ്റന്നാൾ കേരളത്തിൽ നടക്കും. അദ്ദേഹം തിരുവനന്തപുരത്തും തിരുവല്ലയിലുമാണ് എത്തുക. 2 മണ്ഡലങ്ങളും അല്ലെങ്കിൽ 2 സ്ഥലങ്ങളിലും വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. നേമം വലിയ പ്രതീക്ഷ, BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ്. തിരുവനന്തപുരവും അതുപോലെ തന്നെ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ്. ഈ 2 മണ്ഡലങ്ങളും തമ്മിൽ സംഗമിക്കുന്ന പ്രദേശത്താണ് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ മറ്റന്നാൾ നടക്കുക. അതോടൊപ്പം തന്നെ തിരുവല്ല, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കടുത്ത മത്സരം കാഴ്ചവെക്കുന്ന തിരുവല്ലയിലും അദ്ദേഹത്തിൻ്റെ സന്ദർശനമുണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗമുണ്ടാകും. അതോടൊപ്പം തന്നെ നാളെ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി മാറുകയാണ്. കേരളത്തിലേക്ക് നാളെ BJP കേന്ദ്ര നേതാക്കന്മാരുടെ ഒഴുക്ക് തന്നെയാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. നിരവധി കേന്ദ്ര നേതാക്കന്മാർ നാളെ ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് മോടി കൂട്ടാനായി എത്തുന്നു എന്നുള്ളതാണ്. താരപ്രചാരകർ നാളെ പറന്നിറങ്ങുന്ന ദിവസമാണ് കേരളത്തിൽ BJPക്ക് വേണ്ടി. അതിൽ ഒന്നാമനായി തേജസ്വി സൂര്യ തന്നെയാണ്. MP തേജസ്വി സൂര്യ നാളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലെത്തും. അദ്ദേഹം മാവേലിക്കരയിലാണ് അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടിയുള്ളത്. മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി ശ്രീ അജിമോന് വേണ്ടി അവിടെ അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുക്കും. അതിനുശേഷം ചിറയിൻകീഴ് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് റോഡ് ഷോയുണ്ട്. രാവിലെ 11 മണിക്ക് മാവേലിക്കരയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഏതാണ്ട് 3:30 ചിറയിൻകീഴ് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ചിറയിൻകീഴ് NDA സ്ഥാനാർത്ഥി BS അനൂപിന് വേണ്ടി ചിറയിൻകീഴ് ടൗൺ മുതൽ ടൗൺ ജംഗ്ഷൻ വരെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു താരപ്രചാരകൻ നാളെ എത്തുന്നത് BJPയുടെ മുൻ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ തന്നെയാണ്. JP നദ്ദ തിരുവനന്തപുരത്താണ് എത്തുന്നത്. JP നദ്ദ ഏതാണ്ട് 5:45 തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. അതിനുശേഷം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് JP നദ്ദയുടെ റോഡ് ഷോ ഉള്ളത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി R ശ്രീലേഖയ്ക്ക് വേണ്ടി അദ്ദേഹം റോഡ് ഷോ നടത്തും. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ മുതൽ മരുതൻകുഴി വരെയാണ് ഈ JP നദ്ദ പങ്കെടുക്കുന്ന റോഡ് ഷോ ഉള്ളത്. 5:45 പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന JP നദ്ദ ഏതാണ്ട് 7:45 വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുക. തിരുവനന്തപുരത്തെത്തുന്ന മറ്റൊരു BJPയുടെ താരപ്രചാരക സാക്ഷാൽ സ്മൃതി ഇറാനി തന്നെയാണ്. സ്മൃതി ഇറാനി ആര്യനാട് മണ്ഡലത്തിലാണ് ആദ്യം സ്മൃതി ഇറാനിക്ക് റോഡ് ഷോ ഉള്ളത്. ആര്യനാടിലാണ്, അതായത് അരുവിക്കര മണ്ഡലത്തിലെ ആര്യനാട്ടാണ് റോഡ് ഷോ ഉള്ളത്. അരുവിക്കര മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശ്രീ വിവേക് ഗോപന് വേണ്ടിയിട്ടാണ് ചെറുക്കുളം ജംഗ്ഷൻ, ആര്യനാട് മുതൽ ചെറുക്കുളം ജംഗ്ഷൻ വരെ സ്മൃതി ഇറാനിയുടെ റോഡ് ഷോ നടക്കുക. അത് രാവിലെ 11:30 ഈ റോഡ് ഷോ നടക്കുക. ഏതാണ്ട് 3:30 മറ്റൊരു മണ്ഡലത്തിൽ, അതായത് കൊട്ടാരക്കര മണ്ഡലത്തിലും സ്മൃതി ഇറാനി പ്രചരണത്തിനായി എത്തുന്നുണ്ട്. അവിടെയും റോഡ് ഷോ തന്നെയാണ്. കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റൽ മുതൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്താണ് സ്മൃതി ഇറാനിയുടെ റോഡ് ഷോ.
കൊട്ടാരക്കരയിലെ NDA സ്ഥാനാർത്ഥി ശ്രീമതി R. രശ്മിക്ക് വേണ്ടി നടത്തുന്നത്. മറ്റൊരു VIP കേരളത്തിൽ നാളെ വരുന്നത് ശ്രീ കിരൺ റിജ്ജു ആണ്. പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു ആണ്. കിരൺ റിജ്ജു 3 മണിയോടുകൂടി കേരളത്തിലെത്തുന്നു. അദ്ദേഹം ചിന്നക്കടയിൽ, കൊല്ലത്താണ് എത്തുന്നത്. കച്ചേരിനട ജംഗ്ഷൻ മുതൽ ചിന്നക്കട ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി N. പ്രതാപ് കുമാറിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വൈകുന്നേരം 3 മണിയോടുകൂടി ചിന്നക്കടയിലെ റോഡ് ഷോയിൽ പങ്കെടുക്കുക. 4 മണിയോടുകൂടി അദ്ദേഹം കുണ്ടറയിലെത്തുന്നു. കുണ്ടറയിൽ NDA സ്ഥാനാർത്ഥി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് വേണ്ടി അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കുണ്ടറ ഇളമ്പല്ലൂർ ക്ഷേത്ര ഗ്രൗണ്ടിലാണ് ഈ പൊതുപരിപാടി നടക്കുക. ഏതാണ്ട് 7:30 മൈനോറിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം ഉണ്ട്. അത് തിരുവനന്തപുരത്ത് ഹൈസിന്ത് ഹോട്ടലിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ മൈനോറിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം നടക്കുക. മറ്റൊരു കേന്ദ്രമന്ത്രി നാളെ പട്ടിക വർഗ വകുപ്പ് മന്ത്രി ശ്രീ ദുർഗാദാസ് ഉയിക്കെ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം വയനാട്ടിലാണ് എത്തുന്നത്. രാവിലെ 9 മണിക്ക് അദ്ദേഹം ഗോത്രവർഗ നേതാക്കന്മാരുമായി മാനന്തവാടിയിൽ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഏതാണ്ട് 9:55 അദ്ദേഹത്തിന് മാനന്തവാടിയിൽ പൊതുപരിപാടിയുണ്ട്. മാനന്തപരിപാടി ഗാന്ധി പാർക്കിൽ പൊതുപരിപാടിയുണ്ട്. NDA സ്ഥാനാർത്ഥി ശ്രീ P. ശ്യാമരാജിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ പ്രചരണത്തിനെത്തുന്നത്. ഏതാണ്ട് 2:15 അദ്ദേഹത്തിന് മറ്റൊരു പൊതുപരിപാടിയുണ്ട്. അത് സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിൽ NDA സ്ഥാനാർത്ഥി കവിത ASന് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടി അവിടെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു VIP നാളെ കേരളത്തിലെത്തുന്ന BJPയുടെ താരപ്രചാരകൻ മറ്റാരുമല്ല, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ K. അണ്ണാമലയാണ്. ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അദ്ദേഹം BJPയുടെ. അദ്ദേഹം നാളെ എത്തുന്നുണ്ട്. അദ്ദേഹം എത്തുന്നത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ NDAയുടെയും BJPയുടെയും പ്രചരണ പരിപാടികൾക്ക് അദ്ദേഹം നാളെ നേതൃത്വം നൽകും. നാളെ രാവിലെ 11 മണിയോടുകൂടി അദ്ദേഹത്തിന് കണ്ണൂരിൽ പൊതുപരിപാടിയുണ്ട്. കണ്ണൂരിലെ സ്ഥാനാർത്ഥി ശ്രീ C. രഘുനാഥിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രചരണം നടത്തും. ഏതാണ്ട് 3 മണിയോടുകൂടി അദ്ദേഹം അഴീക്കോട് മണ്ഡലത്തിലെത്തും. അഴീക്കോട് NDA സ്ഥാനാർത്ഥി ശ്രീ KK വിനോദ് കുമാറിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടിയുണ്ട്. അതായത് NDAയുടെ നിരവധി താരപ്രചാരകന്മാർ K. അണ്ണാമലെ, അതുപോലെ തന്നെ ദുർഗാദാസ് ഉയിക്കെ, കിരൺ റിജ്ജു, അതോടൊപ്പം സ്മൃതി ഇറാനി, JP നദ്ദ, അതോടൊപ്പം തേജസ്വി സൂര്യ എന്നിങ്ങനെയുള്ള താരപ്രചാരകന്മാർ, കേന്ദ്രമന്ത്രിമാർ, BJPയുടെ ദേശീയ നേതാക്കന്മാർ എല്ലാവരും നാളെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കേരളത്തിലെത്തുന്നു. വരും ദിവസങ്ങളിൽ BJP NDAയ്ക്ക് വേണ്ടി ദേശീയ നേതാക്കന്മാരുടെ ഒഴുക്കാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നാളെ ആ ഒഴുക്ക് തുടങ്ങുകയാണ്. ഇതിനോടകം തന്നെ നിരവധി ദേശീയ നേതാക്കന്മാർ, പഞ്ചായത്ത് തലത്തിൽ പോലും അന്യ സംസ്ഥാനത്തു നിന്നുള്ള ദേശീയ നേതാക്കന്മാർ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ മണ്ഡലത്തിലും അവരുടെ സാന്നിധ്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇതാ താരപ്രചാരകന്മാരുടെ വരവ് തുടങ്ങുകയാണ്. നാളെ നിരവധി നേതാക്കന്മാർ എത്തുന്നു. അതോടൊപ്പം അണ്ണാമലയും തേജസ്വി സൂര്യയും അടക്കമുള്ള നിരവധി നേതാക്കന്മാരാണ് കേരളത്തിലെത്തുന്നത്. അതോടൊപ്പം മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവല്ലയിലും തിരുവനന്തപുരത്തും പൊതുപരിപാടിക്കെത്തും. BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. BJP കേഡർമാരെ ഇത് വലിയ ആത്മവിശ്വാസത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. BJPയുടെ പവർ പ്രചാരണത്തിന് ഇതോടെ തുടക്കം കുറിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.